കാട്ടിന്റെ അനിയന്ത്രിത ലോകത്ത് ജീവൻ നിലനിർത്തൽ ഒരു നിരന്തര പോരാട്ടമാണ്. ഓരോ മൃഗത്തിന്റെയും ആക്രമണ സ്വഭാവം അതിന്റെ പരിസ്ഥിതിയിലും ജീവിതരീതിയിലും നിർണായക പങ്ക് വഹിക്കുന്നു. ഹണി ബാഡ്ജർ ചെറുതായെങ്കിലും അതിന്റെ ധൈര്യവും കഠിനതയും പ്രശസ്തമാണ്. വലിയ ശത്രുക്കളെ പോലും നേരിടാൻ ഇതിന് ഭയമില്ല. നദിയിലെ മൗനം പൊളിച്ച് അതിന്റെ ശക്തമായ കടിയിലൂടെ ഇരയെ പിടിക്കുന്നു. അതിന്റെ ആക്രമണ രീതി അതിവേഗവും മാരകവുമാണ്. ആഫ്രിക്കൻ കാട്ടുപോത്ത് വലിയതും ശക്തവുമായ ഈ മൃഗം സിംഹങ്ങളെപ്പോലും നേരിടാൻ തയ്യാറാണ്. അതിന്റെ ആക്രമണ സ്വഭാവം അതിന്റെ കൂട്ടത്തിനും സുരക്ഷിതത്വത്തിനും നിർണായകമാണ്. നായർ സാമൂഹിക ഘടനയിൽ ആക്രമണം ഒരു സ്ഥാനനിർണയ മാർഗമാണ്. അതിന്റെ തർക്കങ്ങൾ കൂട്ടത്തിലെ സ്ഥാനവും ബന്ധങ്ങളും നിർണയിക്കുന്നു. കാലിഫോർണിയ തീരത്ത് കടൽ സിംഹങ്ങൾ അസാധാരണമായ അക്രമാസക്തത കാണിക്കുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവ ഡോമോയിക് ആസിഡ് ടോക്സിക്കോസിസ് എന്ന രോഗം ബാധിച്ചിരിക്കുന്നു. ഇത് അവരുടെ നാഡീവ്യവസ്ഥയെ ബാധിച്ച് പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ആക്രമണത്തിന്റെ പുറകിൽ ഈ മൃഗങ്ങൾ ശാന്തതയും സഹവാസവും കാണിക്കുന്നു. അവയുടെ പെരുമാറ്റത്തിൽ കരുതലും സഹകരണവും കാണാം. വന്യമൃഗങ്ങളുടെ ആക്രമണ സ്വഭാവം മനസ്സിലാക്കുന്നത് പ്രകൃതിയുടെ സങ്കീർണതയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓരോ ചിറകും ഓരോ ചാട്ടവും ഓരോ കുരലും ജീവന്റെ വലിയ ചിത്രത്തിലെ ഒരു ഭാഗമാണ്. ഓരോന്നും ഒരു ലക്ഷ്യത്തോടെ, ഓരോന്നും ഒരു അർത്ഥത്തോടെ. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ കാട്ടിലെ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. ഏത് മൃഗത്തിന്റെ പെരുമാറ്റമാണ് നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമെന്ന് തോന്നുന്നത്?